വയനാടിനോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് ആദായനികുതി ഓഫീസിലേക്ക് LDF മാർച്ച് നടത്തി. വയനാടിന് ന്യായമായി ലഭിക്കേണ്ട തുക കിട്ടുന്നില്ല എന്ന് RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ്കുമാർ. ഒരു മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞത് ഇത് രണ്ട് ചെറിയ പ്രദേശത്തെ മാത്രം ബാധിച്ച പ്രശ്നം എന്നാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹം വയനാട് മുഴുവൻ നശിക്കണമെന്നായിരുന്നു എന്നും MV ശ്രേയാംസ്കുമാർ. 2018 പ്രളയം വന്നു, 2019 അതിനുശേഷം കോവിഡ്, ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. സ്വാഭാവികമായും നൂറുകണക്കിന് ആൾക്കാർ ജീവൻ നഷ്ടപ്പെട്ടു, വീടുകളില്ലാതെയായി, പ്രദേശം തന്നെ ഇല്ലാതെയായി. അവിടെ ഒരു ടൗൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്തതിൻ്റെ പ്രവൃത്തിയുമായി മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്താണ് അതീവ ഗുരുതരമായ ദുരന്തം എന്ന പട്ടികയിലേക്ക് ഇതിനെ പെടുത്താതെ കേരളത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾ, ന്യായമായ ലഭിക്കേണ്ട തുക ഇവിടെ നൽകാൻ തയ്യാറാവുന്നില്ല. മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തുക അനുവദിച്ചു. ഇവിടെ പറയുന്നത് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്ന് തുക ചെലവഴിക്കണം എന്നുള്ളതാണ്. അതെല്ലാ വർഷവും എല്ലാ സംസ്ഥാനങ്ങൾക്കും അവിടെ നടക്കുന്ന പ്രകൃതി ദുരന്ത നിവാരണത്തിന് വേണ്ടി നൽകുന്ന തുകയാണ്. പ്രത്യേക ദുരന്തത്തിന് വേണ്ടി നൽകുന്ന തുകയല്ല. അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുന്ന തുകയാണ്. അതിലേക്ക് 300 ചില്ലാനം കോടി നൽകി ആ പണം കൊണ്ട് നിങ്ങൾ വയനാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ഒരു വാദം. ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. കേരളത്തോടുള്ള അവഗണന കുറേ വർഷങ്ങളായി നമ്മൾ കാണുന്നതാണ് എല്ലാ മേഖലകളിലും. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ തുക കൈമാറണമെന്നുണ്ടെങ്കിൽ അതിനും ബ്രാൻഡിങ് നിർബന്ധമാക്കി. അത് 50 വർഷത്തേക്ക് കടം വാങ്ങുന്ന തുക. അങ്ങനെ ഓരോ മേഖല പോയിക്കഴിഞ്ഞാൽ ഇവിടെ ലൈഫ് പദ്ധതിയിലൂടെ വീടുകൾ നിർമ്മിച്ച് നൽകി. അതിലേക്ക് കേന്ദ്രം നൽകുന്ന തുക 72,000 രൂപയെ വെച്ചാണ് എൻ്റെ ഓർമ്മ. പക്ഷെ അവിടെയും കേന്ദ്രത്തിൻ്റെ ബ്രാൻഡിങ് 4 ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത്. 5-1 പോലും കേന്ദ്ര സർക്കാർ നൽകുന്നില്ല. പിന്നെ ഓരോ വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, ഇതെല്ലാം തന്നെ കഴിഞ്ഞ 8 വർഷമായി നമ്മൾ നടത്തിയ വലിയ മുന്നേറ്റം, വലിയ പുരോഗതി, അതെല്ലാം തന്നെ കേന്ദ്രത്തിലാണ് വെടിച്ചു തീർക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കേന്ദ്ര അവഗണനയ്ക്കെതിരായ LDF പ്രതിഷേധം അതിൽ സംസാരിക്കുകയായിരുന്നു RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ്കുമാർ.